നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. കെ മാണിക്കെതിരായ കോഴ ആരോപണത്തിനുള്ള തെളിവ് വിജിലൻസിന് നൽകാൻ ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ബാർ കോഴ കോടതി നിരീക്ഷണത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് CPI. CBI അന്വേഷണം വേണമെന്ന് VSന്റെ ആവശ്യം CPM സെക്രട്ടേറിയറ്റ് തള്ളി. പരാതിയുമായി VS കേന്ദ്ര നേതൃത്വത്തിലേക്ക്. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്ന് CPI. ബാർ കോഴ വിഷയം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസിന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കേരള കോൺഗ്രസിന് തോന്നുന്നുവെങ്കിൽ പരാതി തരട്ടെ എന്ന് മുഖ്യമന്ത്രി. തനിക്കെതിരെ ആരോപണം PC ജോർജ് പിൻവലിച്ചുവെന്നും മുഖ്യമന്ത്രി. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ബറാക് ഒബാമയുടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ ഭൂരിപക്ഷം. ജനപ്രതിനിധി സഭയിലും മുന്നേറ്റം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം മറ്റന്നാൾ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകും. മുഴുവൻ ഷട്ടറുകളും പ്രവർത്തനക്ഷമമാകും വരെ ജലനിരപ്പ് 136 അടിയായി നിലനിർത്തണമെന്ന ആവശ്യം. അണക്കെട്ടിലെ ജലനിരപ്പ് 138.2 അടിയായി ഉയർന്നു. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാകുമെന്ന് സൂചന. പരീക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP അധ്യക്ഷൻ അമിത്ഷായെയും കണ്ടു. മന്ത്രിസഭാ പുനഃസംഘടന ഞായറാഴ്ച ഉണ്ടായേക്കും. ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിന് പിന്തുണ നൽകാൻ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. കൊച്ചിയിൽ ചേർന്ന അസോസിയേഷന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകാനും യോഗം തീരുമാനിച്ചു. വിജയകുമാർ കൊച്ചിയിൽ നിന്നും. വിജയകുമാർ, വിശദാംശങ്ങൾ. നികേഷ്, കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷന്റെ മാനേജിംഗ് കമ്മിറ്റി, അതായത് അസോസിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു യോഗത്തിലായിരുന്നു ഈ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത്. നാളെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിന് മുന്നോടിയായാണ് ഈ മാനേജിംഗ് കമ്മിറ്റി എന്ന ഈ പ്രത്യേക ബോഡി കൊച്ചിയിൽ യോഗം ചേർന്നത്. വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ആയിരുന്നു ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനം ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനാണ് ആദ്യത്തെ തീരുമാനം. അതായത് KM മാണിക്ക് പണം നൽകി എന്ന ആരോപണത്തിൽ ബിജു രമേശ് ഉറച്ചു നിൽക്കും. ഈ ആരോപണത്തിന് അസോസിയേഷൻ പിന്തുണ നൽകാനും തീരുമാനിച്ചു. അതുപോലെ തെളിവുകൾ, അസോസിയേഷന്റെ പക്കൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന എന്തൊക്കെ തെളിവുകളുണ്ടോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് കൈമാറേണ്ട സമയത്ത് നൽകാനും തീരുമാനിച്ചു. ഈ തീരുമാനം നാളത്തെ എക്സിക്യൂട്ടീവിനെ അറിയിക്കും. നാളത്തെ എക്സിക്യൂട്ടീവിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചയായിരിക്കും നടക്കുക എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ നൽകുന്ന സൂചന. ഈ എക്സിക്യൂട്ടീവിലെ തീരുമാനമായിരിക്കും പിന്നീട് പുറത്തേക്ക് നൽകുന്നത്. എന്തായാലും ഇതാദ്യമായി ഈ അസോസിയേഷൻ എന്ന നിലയിൽ, അസോസിയേഷൻ ഒരു സംഘടന എന്ന നിലയിൽ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്തുണ നൽകാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഈ പണം കൈമാറിയതിന്റെ ഭാഗമായി എന്തൊക്കെ തെളിവുകൾ അസോസിയേഷന്റെ ഭാഗത്തുണ്ടോ അത് കൈമാറുകയും അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ബിജു രമേശിന്റെ ആരോപണത്തിന് പിന്തുണ നൽകുകയും അദ്ദേഹത്തോടൊപ്പം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. ബാർ കോഴ വിവാദത്തിലെ അന്വേഷണ കാര്യത്തിലും മുന്നണി വിപുലീകരണത്തിലും VSന്റെ നിലപാട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി നമുക്ക് തിരിച്ചെത്താം. ബാർക്കോഴ വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന VSന്റെ നിലപാട് തള്ളിയാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഒരു പ്രത്യേക അന്വേഷക സംഘത്തെ രൂപീകരിക്കണം. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും ഇരയാകാത്ത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടീമായിരിക്കണം. ആ സ്പെഷ്യൽ ടീം അന്വേഷിച്ചാൽ പോലും ആ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെങ്കിൽ കോടതിയുടെ മേൽനോട്ടം വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ടെങ്കിൽ അതിനും തയ്യാറാവും. മറ്റ് അന്വേഷണ ആവശ്യങ്ങളെ തള്ളാൻ പിണറായി ഉയർത്തിയ വാദമുഖം ഇങ്ങനെ. CBIയെ കുറിച്ചാണ് സുപ്രീം കോടതി തന്നെ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത്. അപ്പോൾ CBI ആയാലും കേരളത്തിലെ വിജിലൻസ് ആയാലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിരയായി ആ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. അനാവശ്യമായി കാലതാമസം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം ഉയർത്തുന്നതിൻ്റെ ഫലമായിട്ട് വരികയാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയില്ല. ചില കാര്യങ്ങൾ ചില സഖാക്കൾ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണ വ്യക്തതയായി പാർട്ടി ആലോചിച്ച് ഒരു നിലപാടെടുത്തു. RSP സോഷ്യലിസ്റ്റ് ജനതാ കക്ഷികളെ സ്വാഗതം ചെയ്തുള്ള VSന്റെ പ്രസ്താവനയെയും പിണറായി തള്ളി. ജ്ഞാനപ്പാനിയിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു പിണറായിയുടെ വാദങ്ങൾ. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും,
ഇങ്ങനെ ഈ മോഹം മണ്ടി മണ്ടി കരയേറുന്നൊരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അത് വ്യക്തമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ RSP ആയാലും സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ആയാലും UDF-നകത്തുള്ള മറ്റേതൊരു പാർട്ടിയെയും പോലെയുള്ള പാർട്ടികളാണ് എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. LDF ചേരണമെന്ന് ആവശ്യമുന്നയിച്ച CPI നിലപാടിനെയും പിണറായി വിമർശിച്ചു. കത്ത് കൺവീനർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കത്ത് എന്തിനാണ് തന്നത് എന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടർ തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ബാർകോഴ വിവാദത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനാണ് കേരള കോൺഗ്രസ് എം തീരുമാനം. മാണി, കോൺഗ്രസ് പാർട്ടിയുടെ ഐ-പവർ കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗമാണ് ഇന്ന് നടന്നത്. ഞങ്ങൾ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം കുറേയൊക്കെ വിലയിരുത്തുകയുണ്ടായി. ഭാവി പരിപാടികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തു. വിശദമായ തുടർ ചർച്ചകളും മറ്റ് പ്രധാനപ്പെട്ട അജണ്ടകളിൽ മേലുള്ള ചർച്ചകളുമെല്ലാം 18-ാം തീയതി കോട്ടയത്ത് കൂടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് മാറ്റിവെച്ചു. ഇന്ന് പ്രധാനമായും പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച ഒരു ചർച്ചയാണ്, പൊതുചർച്ചയാണ് നടന്നത്. അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് പറയും. 31-ാം തീയതി കോട്ടയത്ത് ചേർന്ന നേതൃയോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം നടന്നത്. 1-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ അതിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് മാണി സാറിൻ്റെ പേരിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ തള്ളിക്കളയുന്നു. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് എതിരെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചു. അതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് ചർച്ച ചെയ്ത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ നടത്താൻ തീരുമാനമെടുത്തു. അതിന് ആദ്യപടി എന്നുള്ള നിലയിൽ അതിനുള്ള വക്കീൽ നോട്ടീസ് അയക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണൊരു കാര്യം. 2, ഗൂഢാലോചനയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതാണ്. അതിനൊരു സമിതിയെ നിയോഗിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ എടുത്തത്. കോട്ടയം യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് യോഗം എത്തുമ്പോഴത്തേക്ക് ഗൂഢാലോചന നടത്തിയത് ആരാണെന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പാർട്ടിക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അതേ സംബന്ധിച്ച് ഞങ്ങൾ ഒരു സമിതി തന്നെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗൂഢാലോചന ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു. ആ ഗൂഢാലോചന ഏതെല്ലാം തരത്തിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ സമിതി അന്വേഷിക്കുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കും. പാർട്ടി അങ്ങനെ ഒരു അന്വേഷണം നടത്തി ഗൂഢാലോചന എന്താണെന്ന് കണ്ടെത്തിയാൽ തന്നെ അത് ജനങ്ങളെ അറിയിക്കുന്നതിന് എന്ത് വിശ്വാസ്യതയായിരിക്കും ഉണ്ടാവും? പാർട്ടി പറയുന്നത് ജനങ്ങൾ അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കണമെന്നുണ്ടോ? ഒരു സർക്കാരിന്റെ ഒരു ഏജൻസി അല്ലേ ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടത്? അല്ല, ഞങ്ങൾക്ക് പാർട്ടി എന്നുള്ള നിലയിൽ നടത്താനുള്ള അന്വേഷണം നടത്തിയതിനുള്ള വ്യക്തമായ കാര്യങ്ങൾ അറിയട്ടെ. നമുക്കൊന്ന് ബോധ്യപ്പെട്ടുണ്ട്. അപ്പൊ അതിന് പിന്നിൽ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യമാണോ ഉള്ളത്? രാഷ്ട്രീയ ലക്ഷ്യം അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ നിർവീര്യമാക്കാൻ ഉള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റി അതിനെപ്പറ്റി അന്വേഷിക്കും. പാർട്ടി നിയോഗിക്കുന്ന കമ്മിറ്റി. ഇല്ലില്ല, പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമോ? അല്ല, അംഗങ്ങളുടെ പേര് പിന്നീട് അറിയിക്കും.
ചില കോണുകളിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് നടന്നിട്ടുള്ള ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം പാർട്ടി നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് തന്നെ പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേതൃത്വത്തിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ ഈ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്കടക്കം ബന്ധമുണ്ടെന്നുള്ള രീതിയിലായിരുന്നല്ലോ പരസ്യമായി നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനം, പരസ്യ വിമർശനം ഉണ്ടായിരുന്നു. അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയോട് കഴിഞ്ഞ തവണയും ചോദിച്ചു, പാർട്ടി അന്നും ഇന്നും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അത് അങ്ങനെയുള്ള യാതൊരു ആലോചനയും നടന്നിട്ടില്ല, ചർച്ചയും നടന്നിട്ടില്ല. ഇത്തരം ഒരു ആരോപണം വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നായാലും മാണി സാറിനെ ഡിഫെൻഡ് ചെയ്ത കാര്യത്തിൽ പാർട്ടി പൂർണ്ണ തൃപ്തിയുണ്ടോ? അത് തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഒക്കെ അതിലെടുത്ത നിലപാട്, ആ നിലപാട് സ്വീകാര്യമായ സ്വാഗതാർഹമായ ഒരു നിലപാടായി പാർട്ടി കാണുന്നു. അത് ഞങ്ങൾ അന്വേഷണം നടത്തി അതിന് കിട്ടുന്ന വിവരങ്ങൾ ആവശ്യമെങ്കിൽ അറിയിക്കും. വരട്ടെ, ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് വരട്ടെ, അത് കുറച്ച് ദിവസമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. വരട്ടെ. ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസിന് പെട്ടെന്നൊരു പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്ന ഒരു ഇല്ല, അത് പെട്ടെന്നല്ല, അത് സ്വീകരിക്കേണ്ട ശരിക്കും ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചത്. അതിനൊരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത്. ആ വെരിഫിക്കേഷൻ നടക്കണമെന്ന് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് എന്ന് കേരള കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഭരണമുന്നണിക്കകത്താണ് ഗൂഢാലോചന ഉണ്ടായതെന്ന സംശയം, ആ സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ പാർട്ടി ഒരു ബോധ്യപ്പെടലിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇതിന്റെ ഗൂഢാലോചന പലതരത്തിലാകാമല്ലോ. ഈ ഹോട്ടൽ ബാർ ഉടമകളുടെ നേതൃത്വത്തിലാകാം, അവരുടെ അതിൽപ്പെട്ടവർ തന്നെയാകാം. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം പിന്നീട് പറയാം. അല്ല, ഈ ബാർ തലത്തിലൊക്കെ ആണെങ്കിൽ പുറത്ത് പോലീസ് കുറച്ചുകൂടെ അന്വേഷിക്കുന്നതല്ലേ നല്ലത്? പൊളിറ്റിക്കലായി ആണെങ്കിലാണല്ലോ പാർട്ടി. അല്ല, ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി അതിന്റെ ഒരു കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അല്ല, അതിപ്പോ ഇല്ല, അങ്ങനെ കൃത്യം പറയുന്നില്ല. അല്ല, ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കാനാന്ന് കൃത്യമായി പറഞ്ഞല്ലോ. അല്ല, ഈ ഹോട്ടലുകാരുടെ ഒരു ഗൂഢാലോചന ഒരു ഐറ്റമാണ്, അല്ലാതെ വേറെ എന്തൊക്കെ തരത്തിലുള്ള എല്ലാത്തരം ഗൂഢാലോചനകളെ സംബന്ധിച്ചും അന്വേഷിക്കും. രാഷ്ട്രീയ ഗൂഢാലോചനയെ നമ്മൾ അതുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. UDF-നകത്തെ ഗൂഢാലോചനയെ കുറിച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ചും അന്വേഷിക്കും. അങ്ങനെയൊന്നും ഇല്ല. ഗൂഢാലോചനയെ സംബന്ധിച്ച് പൊതുവെ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ജനറൽ ജീനസാണ്. അപ്പൊ അതിനകത്തെല്ലാം പെടും. 3 മണിക്കൂർ നീണ്ട യോഗത്തിനൊടുവിൽ കെ മാണിയും PJ ജോസഫും PC ജോർജും അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനമാണ് നാം ഇപ്പോൾ കണ്ടത്. പ്രധാനമായും കെ മാണിക്കെതിരായ ആക്ഷേപം തള്ളിക്കളയുന്നു. വക്കീൽ നോട്ടീസ് അയക്കും. ആദ്യപടിയായി ബിജു രമേശിനെതിരെ ഗൂഢാലോചന പാർട്ടി അന്വേഷിക്കുന്നു. PJ ജോസഫ് അധ്യക്ഷനായുള്ള സമിതിയാണ് ഇത് അന്വേഷിക്കുക. ഗൂഢാലോചന എന്നേ പറഞ്ഞിട്ടുള്ളൂ, രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സർക്കാരിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കെ മാണി പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെടട്ടെ എന്നാണ്. അപ്പോൾ ബോധ്യപ്പെട്ടിട്ടില്ല. വീണ്ടും കെ രതീഷ്, ഇതാണ് ഇന്നിപ്പോൾ PJ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് മീറ്റിങ്ങിൽ നടന്നത്? ഈ 3 മണിക്കൂർ നേരം എന്താണ് ഇവർ ചർച്ച ചെയ്തത്?
നികേഷ്, യോഗത്തിനകത്ത് ചർച്ചകൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശം ലഭിച്ചില്ല. കാരണം യോഗത്തിൽ പങ്കെടുത്തവർ മുഴുവൻ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനം യോഗത്തിൽ പങ്കെടുത്തവർ പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ട് കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ഇപ്പോഴും കേരള കോൺഗ്രസിൽ. ഒന്ന്, ഗൂഢാലോചന എന്ത് തരത്തിൽ എന്നതിനെ കുറിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഗൂഢാലോചന രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ഉറപ്പിച്ചു പറയാൻ കേരള കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. അത് ഒരുപക്ഷെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിലേക്ക് അന്തിമമായി കേരള കോൺഗ്രസ് പൂർണ്ണമായും പറയുന്നില്ല. പക്ഷേ അതടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നോക്കി തിരിച്ചു വരിക അജയ് തറയിൽ. അജയ് തറയിൽ, ഗൂഢാലോചനയുണ്ട് എന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസിന് വ്യക്തതയുണ്ട്. അത് ബാറുകാര് രാഷ്ട്രീയക്കാരുമായി ചേർന്നിട്ടാണോ എന്നത് സംബന്ധിച്ചാണ് ഇനി തീരുമാനമാകാനുള്ളത്. അതിനാണ് പി ജെ ജോസഫിൻ്റെ അധ്യക്ഷതയിലുള്ള അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രതിനിധികൾ ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രസക്തി. ഈ ബാർ ഹോട്ടൽ ഉടമകളൊക്കെ ചേർന്നിട്ടുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് പോലീസ് അന്വേഷിക്കുന്നതല്ലേ നല്ലത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് ബോധ്യപ്പെടാത്തത്, ഒരു അന്വേഷണത്തിന് സ്വമേധയാ ആവശ്യപ്പെടാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്തത്? ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് തോന്നി, അവരന്വേഷിക്കുന്നു, അവരന്വേഷിച്ചു കൊള്ളട്ടെ. അവർ അന്വേഷിച്ച ശേഷം അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണെങ്കിൽ പെടുത്തുകയും അതിന് പോലീസിന്റെ തലത്തിലോ വിജിലൻസിന്റെ തലത്തിലോ ഏതെങ്കിലും തലത്തിൽ അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം. അപ്പോൾ അവരുടെ തലത്തിൽ നടക്കട്ടെ. പി ജെ ജോസഫ് പറഞ്ഞല്ലോ, ആദ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞല്ലോ, അത് ബോധ്യപ്പെട്ട ഏതായാലും. അതുകൊണ്ട് ആ വിഷയം കേരള കോൺഗ്രസ് വിട്ടേക്കൂ. നമുക്കാർക്കും നമ്മളാരും ആ കാര്യത്തെ കുറിച്ച് ബോധനയില്ല. മുഖ്യമന്ത്രി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും എ ഗ്രൂപ്പ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയുടെ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ആ പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അത് മുഖവിലക്കെടുക്കുന്നില്ല. ശ്രീ ഷാജഹാൻ, ഇന്നലെ മലയാള മനോരമയിൽ, ഇന്ന് മാതൃഭൂമിയിൽ, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും കേരള കോൺഗ്രസ് മന്ത്രിമാർ, ചീഫ് വിപ്പ് അടക്കം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നിലൊരു സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് ഉറപ്പാണല്ലോ, ഒരേ സോഴ്സ് ഈ വാർത്ത ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണല്ലോ. ഇന്ന് ശ്രീ പി ജെ ജോസഫ് പറയുന്നു മന്ത്രിമാർ രാജിവെച്ച് പുറത്തു പോകാൻ ഒരാലോചനയും നടന്നിട്ടില്ല എന്ന്. ഒന്ന്, യോഗത്തിന് മുമ്പ് മന്ത്രിമാർ രാജിവെക്കുന്നത് അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് വാർത്ത പരത്തുക. രണ്ട്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ പോവുക. എന്താണ് കേരള കോൺഗ്രസിൻ്റെ ഗെയിം പ്ലാൻ? അല്ല, കേരള കോൺഗ്രസിൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്നുള്ളത് ഇന്നിപ്പോൾ പി ജെ ജോസഫ് പറഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസിനകത്തുള്ള ആർക്കൊക്കെയോ എന്തൊക്കെയോ ഗെയിം പ്ലാൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇത് എ ഗ്രൂപ്പാണ് ചെയ്തത് എന്ന് മാത്രമല്ല, ആ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ട് ആദ്യം പ്രസ്താവന നടത്തിയ ആൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നികേഷ് ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയായിരുന്നു. അടിവരയിടുകയാണ് ആ വാചകം. അപ്പോൾ ആ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയായിരുന്നു. ആ സാധ്യത തകർക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പുകാർ ചെയ്തതാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രതികരണം. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ പറഞ്ഞ നേതാവ് പറഞ്ഞു വെച്ചത് കെ എം മാണി LDFിലേക്ക് പോകാൻ ആലോചന തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ വ്യക്തമാണ് ആ കാര്യം. അപ്പോൾ അതൊന്നാമത് നടത്തി. രണ്ടാമത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നികേഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മന്ത്രിമാരും രാജിവെച്ച് പുറത്ത് നിൽക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് വാർത്ത വന്നത്. ആ എല്ലാ മന്ത്രിമാരും രാജിവെച്ച് പുറത്തു പോകാൻ പോകുന്നു എന്ന് പറഞ്ഞതും ഒരേ നേതാവ് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ നേതാവും കൂടി ഇരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ആ നേതാവിനെ പരസ്യമായി ആ പാർട്ടിയുടെ സമുന്നത നേതാവ് ഇങ്ങനെ തള്ളിക്കളയുകയാണ്. ഇത് വളരെ കഷ്ടമാണ് ഒരവസ്ഥയാണെന്ന് ആ നേതാവ് മനസ്സിലാക്കണം. ആ പി ജെ ജോസഫിനോട് പത്രപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു, ഇതിനകത്ത് എ ഗ്രൂപ്പിൻ്റെ ഇതുണ്ടോ, മുഖ്യമന്ത്രിയുടെ അവർ പറഞ്ഞു. പി ജെ ജോസഫ് അടിവരയിട്ട് ഞാൻ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ കണ്ടു 2 പ്രാവശ്യം പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനൊരു അഭിപ്രായമില്ല.
എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ല. അങ്ങനെയാണെങ്കിൽ അജയ് തറയിൽ, ഞാൻ അജയ് തറയിലേക്ക് മടങ്ങി വരാം. ഞാൻ ശ്രീ ഷാജഹാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അജയ് തറയിൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ വൈസ് ചെയർമാനാണ് ശ്രീ പി സി ജോർജ്. ഇന്നിപ്പോൾ ശ്രീ പി ജെ ജോസഫിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ കെ എം മാണിയുടെയോ ശരീരഭാഷ എടുത്താൽ അത് കോൺഗ്രസ് ചെയ്തിട്ടില്ല എന്നതിലില്ല, പകരം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഞങ്ങൾ അത് അന്വേഷിച്ച് തെളിവ് പുറത്തു കൊണ്ടുവരട്ടെ എന്നത് മാത്രമാണ്. ഇവർ രണ്ടുപേരും UDF മുന്നണിയുടെ ഭാഗമായി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്ത്രിമാരായി തുടരുമ്പോൾ അവർക്ക് പറയാൻ കഴിയില്ല ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയും UDF എന്ന സംവിധാനവുമാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്ന്. അതിനവർ തെളിവുണ്ടാക്കുകയാണ്. ആ തെളിവുമായിട്ടാണ് പി ജെ ജോസഫ് അടുത്ത വാർത്താ സമ്മേളനത്തിൽ വരാൻ പോകുന്നത്. അതാണ് പി സി ജോർജിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പി സി ജോർജ് എടുത്തങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയാണ് എ ഗ്രൂപ്പിൻ്റെ തലവൻ, എ ഗ്രൂപ്പാണ് കെ എം മാണിക്കെതിരെ ഈ പറയുന്ന ബിജു രമേശിനെ 5ാം പത്തിയാക്കി ഈ ആക്ഷേപം ഉന്നയിച്ചത് എന്ന്. ആ ആക്ഷേപം ഇനിയിപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരാൻ പോകുമ്പോൾ UDF മുന്നണി പൊട്ടാൻ പോവുകയാണോ ശ്രീ അജയ് തറയിൽ? ജോർജ് നികേഷേ, ഈ ശരീരഭാഷ ഒന്നും എനിക്ക് അതുപോലെ തോന്നിയില്ല. ശരീരഭാഷ അവർ പി സി ജോർജിനെ തള്ളിക്കളയുന്ന മട്ടിലാണ് സി കെ എം മാണിയുടെയും സി പി ജെ ജോസഫിൻ്റെയും ശരീരഭാഷ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം. ശ്രീ പി സി ജോർജ് കുറേ നാളുകളായി, ഞാൻ പല ചർച്ചകളിലും നികേഷിനോട് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, കുറേ കാലമായി മാണി സാറിനെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള വിടുവേലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യം പരാജയപ്പെട്ടു. സി മാണി സാറ് വ്യക്തിപരമായി തന്നെ പി ജെ ജോർജിനെ വിളിച്ചു പറഞ്ഞു, ജോർജെ, ഒരു കാരണവശാലും ഞാൻ ആ മുന്നിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് അവസരം എന്ന് കണ്ട് സി കെ എം മാണിയെ ഇപ്പോൾ അപവാദ പ്രചരണങ്ങൾ നടത്തി ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഒരു ആരോപണത്തിന് വിധേയമാക്കുകയും ചെയ്ത ശേഷം മറ്റ് മന്ത്രിമാരെ കൂടി ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സി ജോർജും ഈ ബാർലോബിയും പിണറായി വിജയൻ എന്ന് ഞാൻ പറയുന്നില്ല, പിണറായി വിജയനുമായി ബന്ധമുള്ള ചില ആളുകളും കൂടി കെ എം മാണിയെ ആദ്യം ടാർഗറ്റ് ചെയ്ത ശേഷം UDFിലെ തന്നെ കോൺഗ്രസിലെ തന്നെ ചില മന്ത്രിമാരെ കൂടി ടാർഗറ്റ് ചെയ്ത് UDFിനെ താഴെ ഇറക്കാനും UDFിനെ തോൽപ്പിക്കാനും UDFിനെ കഥ കഴിപ്പിക്കാനും ഇടതുമുന്നണി അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ഈ 800 ചില്ലുവാനും ബാറുകൾക്കും അനുമതി കൊടുക്കാമെന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള വാഗ്ദാനം. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ആദ്യം UDFിന്റെ മദ്യനിരോധനത്തെ പിന്താങ്ങുകയും ഇപ്പോൾ അദ്ദേഹം അത് വിഡ്രോ ചെയ്ത് പോവുകയും ചെയ്തിരിക്കുന്ന സംഭവം. ഇതാണ് ഇന്നുണ്ടായിരിക്കുന്ന നിജസ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബാർ അസോസിയേഷൻ എന്താ ചെയ്യുന്നത്? അവർ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നു. അതിന് കേരള കവിതയിൽ കണ്ടില്ലേ, ഓഡിയോ ടേപ്പ് ഉണ്ട് എന്ന്. ഓഡിയോ ടേപ്പ് ഉണ്ടാക്കാൻ ബറാക് ഒബാമയുടെ ശബ്ദം അനുകരിക്കാം, നരേന്ദ്രമോദിയുടെ ശബ്ദം അനുകരിക്കാം. ഓഡിയോ ടേപ്പിന് എന്താ പ്രസക്തി? പിന്നെ മറ്റുള്ള ഒരു രേഖ, ഇന്ന് ബാർ അസോസിയേഷൻ തീരുമാനം അവരുടെ മിനിറ്റ്സ് ബുക്ക് കൊടുക്കുമെന്ന. അവരുടെ മിനിറ്റ്സ് ബുക്ക് ആർക്ക് വേണം? അവരുണ്ടാക്കിയ മിനിറ്റ്സ് ബുക്ക്. അപ്പോൾ ഇതൊന്നുമല്ല തെളിവുകൾ. ഒരു തെളിവുകളും മാണി സാറിനെതിരെ ഇല്ല. അതിന് പേരിൽ മാണി സാറ് വളരെ ഈ വിഷയത്തിൽ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾ അത് വിശദമാക്കി കഴിഞ്ഞിരിക്കുന്നു. പി സി ജോർജിനെതിരെ സംയുക്ത നീക്കമാണോ നടക്കാൻ പോകുന്നത്? ഒന്ന്, താങ്കൾ പറയുന്നു ശരീരഭാഷ പി സി ജോർജിനെതിരാണ് എന്ന്. താങ്കളും ഇപ്പോൾ ഏതാണ്ട് പി സി ജോർജിനെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ഈ ഗവൺമെൻറ് അവസാനിക്കുന്നതിന് മുമ്പ് പി സി ജോർജ് ഇല്ലാതാവാൻ പോവുകയാണോ UDFിൽ ഏറ്റവും കുറഞ്ഞത്? ജോസഫൻ പുതുശ്ശേരി ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫൻ പുതുശ്ശേരി, ഇന്നിപ്പോൾ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. യോഗ തീരുമാനങ്ങൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, വക്കീൽ നോട്ടീസ് അയക്കും. 2, പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു എന്ന്. എന്ത് ഗുണമാണ് ഇത് കൊണ്ട് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണല്ലോ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഒരു പരാതി കടലാസിൽ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഉമ്മൻചാണ്ടി അത് അന്വേഷിക്കുമായിരുന്നു സംസ്ഥാന പോലീസിനെ കൊണ്ട്. ശ്രീ ജോസഫ് പുതുശ്ശേരി പറയൂ. എന്തോ കേട്ടില്ല. 2 കാര്യങ്ങൾ ഇന്ന് തീരുമാനിച്ചത് പി ജെ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അത് ആവർത്തിക്കരുത്. ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങളൊരു പരാതി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് എഴുതി കൊടുക്കാൻ വിസമ്മതിക്കുന്നത്?
ഞങ്ങൾ ആ ഗൂഢാലോചനയെ സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. വസ്തുതാപരമായ വിലയിരുത്തൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ ശ്രീ ജോസഫ് അമ്പൂശ്ശേരി എങ്ങനെ അന്വേഷിക്കും നിങ്ങൾ? എന്താണ് അതിന്റെ ഒരു മെത്തേഡ്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില നിഗമനങ്ങളിലെത്താൻ കഴിയും. ഞങ്ങളുടേതായ ചില സംശയങ്ങളുണ്ട്, പ്രാഥമികമായ ചില വിവരങ്ങൾ. ആ വിവരങ്ങളുടെ എങ്ങനെ ശ്രീ ജോസഫ് അമ്പൂശ്ശേരി, ഇവിടെ ബിജു രമേശ് എന്ന് പറയുന്നത് ബാർ ഹോട്ടൽ അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലോ അദ്ദേഹത്തെ അഞ്ചാം പത്തിയായി ഉപയോഗിച്ചോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കും? അല്ല, അത് ആ വിശദാംശങ്ങളൊക്കെ പറയാൻ പറ്റട്ടെ. ഞങ്ങൾക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു നിഗമനത്തിലെത്തും. അതിനൊരു ഊഹാപോഹം എഴുതി വെക്കാനുള്ളതാണോ റിപ്പോർട്ട്? പോലീസാണെങ്കിൽ ബിജു രമേശിനോട് നേരിട്ട് വന്ന് ചോദിക്കാം, ബിജു രമേശിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാം, ബിജു രമേശിൻ്റെ ടെലിഫോൺ ഡീറ്റെയിൽസ് എടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങൾക്കതൊന്നും കഴിയില്ല. അത്രയും ഒരു ആകാംക്ഷയുടെ കാര്യമില്ലല്ലോ. അതൊക്കെ അനന്തരമായി ഉണ്ടാവേണ്ട നടപടികളാണ്. നിങ്ങൾക്ക് ഊഹാപോഹം. ഞാൻ പറയട്ടെ, അടുത്ത ഒരു മാസം നിങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സമയം വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി വിവിധ മുന്നണികളുമായി സംസാരിക്കും, എന്നിട്ടൊരു കച്ചവടം ഉറപ്പിക്കും, എന്നിട്ട് അതിനനുസരിച്ച് ഒരു റിപ്പോർട്ട് എഴുതി വെക്കും. അതല്ലേ ഉണ്ടാകാൻ പോകുന്നത്? അതൊക്കെ നികേഷ് ഭാവനയിൽ കാണുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഭാവനയാണെങ്കിൽ വസ്തുത പറയൂ. അതാ വസ്തുതയാണ് പറയുന്നത്. നികേഷ് ഭാവനയിൽ കാണുന്ന കാര്യം സ്ഥിരീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ വസ്തുത പറയുന്നത് നിശ്ചയമായും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമിക നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടേതായ സോഴ്സ് ഉപയോഗിച്ച് ഞങ്ങൾ പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിഗമനങ്ങളിലെത്തും. അതിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിലെത്തുമ്പോൾ അനന്തര നടപടികളിലേക്ക് ഞങ്ങൾ കടക്കും. അപ്പോൾ പരാതി കൊടുക്കണമോ? ഈ ബാർ ഉടമകളുമായി നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് കേരള കോൺഗ്രസിന്. പ്രമുഖ ബാർ ഉടമകളെല്ലാം തന്നെ കേരള കോൺഗ്രസ്സുകാരാണെന്ന് മാത്രമല്ല, മാണി സാറിന് വ്യക്തിപരമായി പോലും ബാർ ഉടമകളുമായിട്ടുള്ള ബന്ധം തന്നെയുണ്ട്. ഇവരോടൊന്ന് അന്വേഷിച്ചാൽ ഇതിൻ്റെയൊക്കെ വസ്തുതകൾ തെളിയുമെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്. അതിനപ്പുറത്തേക്കായിരിക്കാം കാര്യങ്ങൾ നീങ്ങിയതെന്നാണ് ശ്രീ പി സി ജോർജ് വിശദീകരിക്കുന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നോ രണ്ടോ അടുത്ത ആളുകൾ, അവരാണ് അഞ്ചാം പത്തിയായി ബിജു രമേശിനെ ഉപയോഗിച്ചതെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. ആ ഉപദേശം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഗൂഢാലോചന നടന്നിട്ടില്ല. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു നിഗമനത്തിലെത്താനുള്ള, ഞങ്ങൾക്ക് പ്രാഥമികമായ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അക്കാര്യങ്ങൾ പരിശോധിച്ചൊരു നിഗമനത്തിലെത്താനുള്ള സാവകാശമെങ്കിലും അനുവദിക്കുക. അതിനുവേണ്ടി പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഞങ്ങൾ ചാടിപ്പിടിച്ചൊരു നടപടിക്ക് പുറപ്പെടണം എന്ന് നിർബന്ധം പറയുന്നതിന്റെ ഒരർത്ഥം എന്താണ്? ഞങ്ങൾ അവധാനതയോടുകൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കും. ഇത് തള്ളാനാണോ കൊള്ളാനാണോ? UDF വിടാനാണോ അതോ അതിൽ തന്നെ തുടരാനാണോ? ഞങ്ങൾ UDFന്റെ ഭാഗമാണ്. UDFന്റെ ഭാഗമായി അത് ഇതിനു മുമ്പ് പിന്നെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ചർച്ച ചെയ്തതൊക്കെ ഊഹാപോഹങ്ങളായിരുന്നു എന്നുള്ളത് എത്രയോ തവണ ഞങ്ങൾ വ്യക്തമാക്കി. ശ്രീ ഷാജഹാൻ ഇതിന് ഇരിക്കാൻ തന്നെയാണോ അതോ പോകാനാണോ? നികേഷ് വളരെ വ്യക്തമായി ഇത് പറഞ്ഞതാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള PJ ജോസഫും KM മാണിയും നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ശരീരഭാഷയിൽ, അവരുടെ ആ നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബൈയിങ് ടൈം എന്നാണ് പറയുന്നത്. സമയം വാങ്ങിക്കുകയാണ്. ഈ സമയം വാങ്ങിച്ച് ഒരു അന്വേഷണം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, നികേഷ് പറഞ്ഞ 100% ശരിയല്ലേ? ഇപ്പോൾ ബിജു രമേശ് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തെക്കുറിച്ചിട്ട് എന്ത് വിശദമായ അന്വേഷണമാണ് ഈ കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് നടത്താൻ കഴിയുന്നത്? അതിനെന്തുമാത്രം പരിമിതികളുണ്ട്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ചൊരു അന്വേഷണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ അന്വേഷണമൊക്കെ നടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായി ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോകും. പിന്നെ ഈ കേരള കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു, ഇപ്പോൾ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ ചർച്ച നടത്താനുള്ള വിഷയങ്ങൾ ഈ പിണറായി വിജയനും അച്യുതാനന്ദനും ഇങ്ങനെ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും. CPM-നുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും നടക്കുക. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ മറവിൽ ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ ചെന്ന് അവസാനിക്കും, ഈ അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ UDF-ലും LDF-ലും ഉള്ളവരെല്ലാം ഇതുപോലുള്ള അന്വേഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. ആ അന്വേഷണമൊക്കെ ഏത് ദിശയിലാണ്, എങ്ങോട്ടാണ് പോയത് എന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് KM മാണിയുടെയും PJ ജോസഫിൻ്റെയും ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് സമയം വാങ്ങി ഇത് കുഴിച്ചു മൂടാനുള്ള ഒരു അന്വേഷണ പ്രഹസനമാണ് അവർ നടത്താൻ പോകുന്നത് എന്നുള്ളത്. ഇത് ക്വിക്ക് വെരിഫിക്കേഷൻ 3 മാസമാകുമെന്ന് ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും. ഡോക്ടർ വർഗീസ് ജോർജ്, ഇന്ന് ശ്രീ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത് അപൂർവ വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നാണ് ശ്രീ പിണറായി വിജയൻ്റേത്. ഇന്നും
രണ്ട് കാര്യങ്ങൾ ഖണ്ഡിക്കാനാണ്. രണ്ട് കാര്യങ്ങളും വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനാണ്. രണ്ട് വാർത്താക്കുറിപ്പിൽ എന്താണ്? ഒന്ന്, CBI അന്വേഷണം തന്നെ വേണം, അത് സുപ്രീം കോടതിയുടെ അംഗീകാരമുള്ള ഏജൻസി തന്നെയാണ്. പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പ്രകീർത്തനങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അത് പിണറായി വിജയൻ പറഞ്ഞു കൂട്ടിലടച്ച തത്തയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട എന്ന്. രണ്ടാമത്തെ കാര്യം, SJDയെയും RSPയെയും ക്ഷണിച്ചുകൊണ്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ വാർത്താക്കുറിപ്പ്. അതിന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ട് പാർട്ടികൾ UDF എന്ന അഴിമതി സംവിധാനത്തിൻ്റെ ഭാഗഭാക്കാണ്, അതിൻ്റെ എല്ലാ ജീർണതയും നിങ്ങൾ രണ്ട് പാർട്ടികളിലും നിൽക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും KM മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ CPMലെ ഔദ്യോഗിക വിഭാഗം പ്രതീക്ഷിക്കുന്നു എന്നല്ലേ? നിങ്ങൾ രണ്ടുപേരും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഷയം പറഞ്ഞു പോവുകയും നിങ്ങളെ അതിനിശ്ചിതമായി പിണറായി വിജയൻ വ്യക്തിപരമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള ഈ വാതിലടക്കൽ, കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ മൃദുവായി തലോടൽ, ഇതെല്ലാം കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നികേഷ, ഇന്ന് 3-ാം തീയതിയാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത് സോഷ്യലിസ്റ്റ് ജനത ഇടതുമുന്നണി വരണമെന്ന്. അതായത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന CPM നേതാവ്. ഇന്ന് പിണറായി വിജയൻ പറയുന്നു SJD മുന്നണിയിൽ വരണ്ടാണ്. ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നമല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ രാജ്യം നേരിടുന്ന വെല്ലുവിളികളും ഇടതുപക്ഷ പ്രസ്ഥാനം നേരിടുന്ന അഗാധമായ പ്രതിസന്ധിയും മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ ഒരു പത്രസമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ AKG സെൻറ്ററിൽ ഇന്ന് അവർ യോഗം ചേർന്ന ആ നിയോജകമണ്ഡലത്തിൽ LDF ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോയില്ലേ? ഒരു 10 വർഷത്തിനുള്ളിൽ ലെഫ്റ്റ് പാർട്ടീസിൻ്റെ തകർച്ച എന്തായിരുന്നു? 2004 ലെഫ്റ്റ് പാർട്ടീസിന് 8% വോട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ CPIMന് കിട്ടിയത് 3.2% വോട്ടാണ്. CPI കിട്ടിയത് 0.8% വോട്ടാണ്. 4% വോട്ടേ ഉള്ളൂ. 2004 പിണറായി വിജയൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, നമുക്ക് ഖണ്ഡിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ RSPയുടെയും SJDയുടെയും മന്ത്രിമാർ അത് UDF എന്ന അഴിമതി സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുന്ന KM മാണിയുടെ അഴിമതിയോളം വരും, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മന്ത്രിമാരുടെ അഴിമതി എന്ന് പിണറായി വിജയൻ പറയുന്നത് വസ്തുതാപരമല്ലേ? ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ഷാജഹാൻ, അത് വളരെ പിണറായി വിജയനെ കുറ്റം പറയാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ട. പിണറായി വിജയൻ പറയുന്നത് ശരിയല്ലേ? ഈ പറയുന്ന KP മോഹനൻ, ഈ പറയുന്ന RSPയുടെ ഷിബു ബേബി ജോൺ, ഇവരെയൊക്കെ ചേർത്തുള്ള ഒരു മന്ത്രിസഭ LDF തട്ടിക്കൂട്ടുക എന്ന് പറയുമ്പോൾ KM മാണിയേക്കാൾ വലിയ അഴിമതിക്കാരോ അല്ലെങ്കിൽ KM മാണിയെ അഴിമതി പഠിപ്പിക്കാൻ കഴിയുന്നവരോ ഒക്കെയാണ് UDFലെ മറ്റു പല മന്ത്രിമാരും എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അവരെയൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു മന്ത്രിസഭ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മുന്നണി പിൽക്കാലത്ത് ഇങ്ങനെ തന്നെ ഒരു സംവിധാനമായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ നികേഷ്, ഇതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട് നികേഷ്. അതായത് ഈ നികേഷ് പറഞ്ഞ ഈ KP മോഹനൊക്കെ ഉൾപ്പെടെയുള്ള ഈ ജനതാദൾ ഡെമോക്രാറ്റിക്കിനെ ഈ LDFലേക്ക് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടത് സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഈ RSPയുടെ ഷിബു ബേബി ജോണും KP മോഹനുമൊക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള മന്ത്രിമാരാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നതെങ്കിൽ, അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ആ മന്ത്രിമാരെ ഉൾപ്പെടുന്ന അവരുടെ പാർട്ടിയെ LDFലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് ആരാണ്? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള സമുന്നത നേതാവ് തന്നെയാണ്. അപ്പം പിണറായി വിജയൻ ഇവിടെ മറുപടി കൊടുക്കുന്നത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനോട് പറയുകയാണ് പിണറായി വിജയൻ പരോക്ഷമായി, ഇതേ ഷിബി ബിജോണും KP മോഹനും ഒക്കെ വലിയ അഴിമതിക്കാരാണ്, ആ അഴിമതിക്കാർ അവിടെ നിൽക്കട്ടെ, അവരെ LDFലേക്ക് കൊണ്ടുവരികയല്ല വേണ്ടത് എന്ന് പിണറായി വിജയൻ അച്യുതാനന്ദന് നൽകുന്ന മറുപടിയാണത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മാണിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മാണി 1 കോടി കൈക്കൂലി മേടിച്ചു എന്ന് ബാറിൻ്റെ ഉടമ ആയിട്ടുള്ള ബിജു രമേശ് പറയുകയാണ്. ആ മാണിയെ വേണ്ട എന്ന് ഇപ്പോഴാണ് VS അച്യുതാനന്ദൻ പറയുന്നത്. നേരത്തെ മാണിക്ക് സ്വാഗതം എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നികേഷേ? ഇവിടെ ശക്തമായ ഒരു ആരോപണം UDF സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. അതിനെതിരെ സമരം നടത്താൻ ഇവർക്ക് പരിപാടിയുണ്ടോ? അതാണ് ഞാൻ നേരത്തെ നടന്ന ചർച്ചയിലും ചോദിച്ചത്. അവർ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം CPM കൂടിയത് UDF സർക്കാരിനെതിരെ സമരം നടത്താനാണോ? സമരത്തിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം അവരെടുത്തിട്ടുണ്ടോ?
അവരൊരു തീരുമാനവും സമരവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടില്ല. ഇപ്പോഴത്തെ മറ്റൊരു ചാനലിൽ ചെന്നപ്പോൾ വി എസ് സുനിൽകുമാർ പറഞ്ഞത് 12-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് CPI ഒരു സമരം വെച്ചിട്ടുണ്ട്. പക്ഷേ CPM ഇതുവരെ സമരം വെച്ചിട്ടില്ല. സമരത്തെക്കുറിച്ചിട്ട് അവർ ആലോചിച്ചിട്ടില്ല. സമരം പണ്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സംഘടനയാണ് CPM. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നടക്കുന്നത് ഒരു ചക്കളത്തി പോരാട്ടമാണ്. ഈ ചക്കളത്തി പോരാട്ടം ഇവിടെ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ CBI അന്വേഷണം വേണ്ട എന്ന് പറയുമായിരുന്നു. VS അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എതിർക്കുന്നു, പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് VS അച്യുതാനന്ദൻ എതിർക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരോപണം നേരിടുന്നു. മാണിയെ ആകാമെന്ന് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ മാണിക്ക് മുന്നണിയിലേക്ക് സ്വാഗതമെന്ന്. VS അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് വാർത്താക്കുറിപ്പിറക്കി ക്ഷണിച്ചത് RSPയെയും SJDയെയും മുന്നണിയിലേക്ക് വരണം UDF വിട്ടുകൊണ്ടെന്ന്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നു അതൊന്നും പറ്റില്ല എന്ന്. എന്താണ് സംഭവിക്കുന്നത്? ചക്കളത്തി പോരാട്ടം തന്നെയല്ലേ? ഒരു ചക്കളത്തി പോരാട്ടവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന തൊട്ടടുത്ത ആഴ്ച തന്നെ സഖാവ് പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞതാണ്, ഉപജാപക സംവിധാനത്തിൽ കൂടി ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് ഞങ്ങളില്ല. ആ നയം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കും ഇപ്പോഴുള്ളത്. ഉപജാപക സംഘത്തിലൂടെ അത് അട്ടിമറിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ഇടതു പാർട്ടികളെ ക്ഷണിക്കുകയാണ് VS ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുന്നതിനും ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും നടപടി വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടേയില്ല. അല്ലല്ലോ, ഇക്കാര്യത്തിൽ ദേശീയ നയമില്ലേ? ഈ കഴിഞ്ഞ ദിവസം തന്നെ RSP അടക്കമുള്ള കക്ഷികളെ ചേർത്ത് ഇടതു കക്ഷികളുടെ യോഗം AKG ഭവനിൽ ചേർന്നല്ലോ. ഇവിടെയും ഉണ്ടല്ലോ ഇടത് കക്ഷികൾ, ദീർഘകാലമായി കൂടെയുള്ള ജനാധിപത്യ കക്ഷികൾ. അവരെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെ, അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഞാനും പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഘടകകക്ഷികൾ വേണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരേ ഒരു ചർച്ച, ഉപജാപക സംവിധാനത്തിൽ വഴിവിട്ട മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDFന്റെ കൂടെയുള്ള ഘടകകക്ഷികളെ ഇപ്പം പിടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ടോർപ്പിഡ് ഒയ്യാനില്ല. ഇല്ല, ശരി, ആയിക്കൊള്ളട്ടെ. നേരത്തെ ഷാജഹാൻ ചോദിച്ച മറ്റൊരു ചോദ്യം, ഇത് സംബന്ധിച്ച അന്വേഷണ സംവിധാനം എന്താണ് എന്ന് മാത്രമല്ലല്ലോ CPM പരിഗണിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സമരമുണ്ടോ? നേരത്തെ CPIയുടെ നേതാവ് ശ്രീ സുനിൽകുമാർ പറഞ്ഞു പോലും 12-ാം തീയതി മുതൽ സമരമാണെന്ന്. CPMന് സമരമൊന്നുമില്ലേ? ഇതിൽ സമരം ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPMഉം നടത്തിയിട്ടുള്ള ജനലക്ഷങ്ങളെ കണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭവും പോലീസുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയതും പോലീസിന്റെ മർദ്ദനം സഹിക്കേണ്ടി വന്നതും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും കാണാത്ത രൂപത്തിലുള്ള ക്രൂരമായ പീഡനത്തിന് വിധേയമായതും എല്ലാം കേരളത്തിലെ ജനതക്കറിയാം. പക്ഷെ ഷാജഹാൻ പറയുന്നത് UDF എന്ന ഭരണപക്ഷം ഇവിടുത്തെ പ്രതിപക്ഷത്തെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് പോലും സോളാർ സമരം മുട്ടുകുത്തി കൊടുത്തത്. ഇപ്പോ ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നല്ല വ്യക്തതയുണ്ട്. അതിപ്പോ 2 ദിവസം അങ്ങ് കഴിഞ്ഞു പോയാലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 44 പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിമർശനമുണ്ട്. എന്നേ രാജിവെച്ച് പോകേണ്ടതാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ പാളയിൽ ഒട്ടിയ അട്ടേനെ പോലെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അത് 2 കളക്ടറേറ്റ് വളയൽ കൊണ്ടും 2 വെടിവെപ്പ് കൊണ്ടും മുഖ്യമന്ത്രി അങ്ങോട്ട് രാജിവെച്ച് പോകുമെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. പക്ഷേ അജയ് തറയിൽ, ഉമ്മൻചാണ്ടിയുടെ സത്യപ്രതിജ്ഞ സമയം നിങ്ങൾക്ക് ആരാണ് കുറിച്ചു തന്നത്? ആ ജോത്സനെ വെറുതെ വിടണ്ട, കൂടെ നിർത്തിക്കൊള്ളൂ. അല്ല, ഇടതുപക്ഷ മുന്നണിക്ക് അത് ഇന്ത്യയിൽ മൊത്തമുണ്ടായ ഒരു അപജയമാണ് അവർക്ക് ഇന്നും ഉണ്ടായിട്ടുള്ളത്. അവർക്കൊരു സമരം ചെയ്യാൻ കഴിയില്ല. ഇന്ന് അവരുടെ സമരശക്തികളെല്ലാം ചോർന്നു പോയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സംഭവത്തിൽ ശ്രീ മാണി നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അനുയായികളെ വിട്ട് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണം വരുമ്പോൾ അവർക്ക് ദോഷമായി വരും എന്നതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത്.
അജയ് തറയിൽ ഈ ഗൂഢാലോചനയെ പറ്റി കേരള കോൺഗ്രസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംശയം അവർക്കുണ്ട് എങ്കിൽ എന്തുകൊണ്ട്? കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയക്കാരനാണ്. 50 വർഷം തികക്കാൻ പോവുകയാണ് അദ്ദേഹം കേരള നിയമസഭയിൽ. അങ്ങനെ ഒരാൾ ഇപ്പോഴില്ല, ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. ആ ആളെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് ആ പാർട്ടി വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കൊരു ഇളക്കവുമില്ല, ഒരു മനസ്സിനൊരു ചാഞ്ചല്യവുമില്ല. ഒരു അന്വേഷണം നടത്തി, ഒരു പോലീസില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു അന്വേഷണം നടത്തി അവരെ സഹായിച്ചുകൂടെ? നികേഷ് അറിയാമല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് കോൺഗ്രസിനകത്ത് ആരൊക്കെയാണ് ഇത് ഉത്തരവാദിത്തം അറിയാമെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹത്തിനെ ബാധിക്കുന്ന ഭരണപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ അന്വേഷണ കമ്മീഷൻ വെക്കുമോ? അപ്പോൾ തന്നെ വ്യക്തമല്ലേ PC ജോർജിന്റെ ഇൻവോൾവ്മെന്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുള്ളത്. പാർട്ടി തലത്തിലുള്ള അന്വേഷണ കമ്മീഷനുകൾ എന്നും പാർട്ടിക്കുള്ളിലെ ആളുകളെ കുറിച്ചുള്ള നിരീക്ഷണത്തിനും അന്വേഷണങ്ങൾക്കും വേണ്ടിയാണ്. അല്ലാതെ കേരളത്തിൽ വിജിലൻസും CBIയും ഒക്കെ അന്വേഷിക്കേണ്ട ഒരു വിഷയം P ജോസഫ് അന്വേഷിച്ചാൽ തീരുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ആ കാര്യം നികേഷ് ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാജഹാൻ, താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? PC ജോർജിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്വേഷണ കമ്മീഷൻ എന്ന് ഒന്ന് റിവൈൻഡ് ചെയ്തു പോകും. PC ജോർജ് ഈ ആക്ഷേപം വന്നപ്പോൾ തന്നെ ടെലിഫോണിൽ വന്നിരുന്നു. എന്നിട്ട് ആകെ 15 കോടിയുടെ കണക്ക് പറഞ്ഞു. അതിൽ 2 കോടി വക്കീൽ ഫീസ് പോയി, ഈ 1 കോടി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ബാക്കി 12 കോടി രൂപ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. വീണ്ടും അഭിമുഖങ്ങൾ അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പുമാണ് ഇതിൻ്റെ കുറ്റവാളി എന്ന് പറഞ്ഞു. അതായത് കള്ളം ചെയ്തിട്ട് കള്ള എന്ന് വിളിച്ചോടുന്ന PC ജോർജിനെയാണ് ഇപ്പോൾ അജയ് തറയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വേഗത്തിൽ ചുരുക്കി. അല്ല നികേഷ്, എനിക്കറിയില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് PC ജോർജ്. ഇപ്പോൾ PC ജോർജിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് ഇതുപോലൊരു കമ്മീഷൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതും സംബന്ധിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം പ്രതികരിച്ചത് PC ജോർജാണ്. PC ജോർജ് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തത്, ഉമ്മൻചാണ്ടിക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് എന്നാണ് PC ജോർജ് അടിവരയിട്ട് പറഞ്ഞത്. ഇപ്പോൾ PC ജോർജിന് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ PC ജോർജ് അതിനുശേഷം പറഞ്ഞ എന്താണ്, മാണി പൈസ മേടിച്ചിട്ടില്ല, പക്ഷേ കോൺഗ്രസ്സുകാരാണ് പൈസ മേടിച്ചിട്ടുള്ളത് എന്ന് PC ജോർജ് പറഞ്ഞു. അതുകൂടാതെ PC ജോർജ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, വിജിലൻസ് അന്വേഷണത്തിൽ ഞാൻ തൃപ്തനാണ് എന്നും PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, PC ജോർജിൻ്റെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായത്തെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ PC ജോർജിനോട് ആഭിമുഖ്യമുള്ളവരും PC ജോർജിനെ എതിർക്കുന്നവരുമൊക്കെ ഒറ്റക്കെട്ടായി PC ജോർജിൻ്റെ ഈ ആരോപണങ്ങളെ ഈ കോൺഗ്രസ്സുകാർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള ആരോപണത്തെ ശക്തമായി എതിർക്കുകയും തള്ളിക്കളയുകയും തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ PC ജോർജിനെതിരായ ഒരു നീക്കവും കൂടി അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടോ എന്ന് അജയ് തറയിൽ സംശയിച്ചാൽ അത് പൂർണ്ണമായും അജയ് തറയിലിനെ തള്ളിപ്പളയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നികേഷ്. ഇത് രാഷ്ട്രീയമാണ്, ആരും വിശ്വസിക്കുന്നില്ല. വളരെ നന്ദി അജയ് തറയിൽ, KM ഷാജഹാൻ, ഡോക്ടർ വർഗീസ് ജോർജ്, ഒപ്പം തന്നെ AK ബാലൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.